നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. അങ്ങനെ ഇന്നൊരു ഉച്ചയൂണ് കഴിക്കാനായിട്ട് നമ്മൾ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയ്ക്ക് സമീപത്തായിട്ടുള്ള ഓതറയിലുള്ള പഴയകാവ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് കേട്ടോ. ഞാനും സുഹൃത്തായ സുധീഷും കൂടിയാണ് ഇവിടെ വർക്കിനായിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങനെ രാവിലെ വർക്കിനായിട്ട് പോരുന്ന സമയത്ത് സുധീഷിനോട് പറഞ്ഞായിരുന്നു, ഇന്ന് നമുക്ക് ചോറെടുക്കേണ്ട കാര്യമില്ല, ഇവിടെ അടുത്തായിട്ട് നല്ലൊരു വീട്ടിലൂണ് കിട്ടുന്ന സ്ഥലമുണ്ട്, നല്ല ഊണാണ്, നേരത്തെ സുധീഷ് അവിടുന്ന് കഴിച്ചിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങനെ ഉച്ചയൂണ് കിട്ടുന്ന ഹോട്ടലിലേക്ക് എന്നെയും കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പഴയകാവ് ജംഗ്ഷനിൽ നിന്നും കുറച്ച് അങ്ങോട്ട് നടന്ന് ഒരു ഊടുവഴിയിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. ഒരു ഇടവഴിയാണ്. ആ ഇടവഴിയിൽ കൂടി അല്പം മുകളിലോട്ട് നടന്നു വേണം ഈ വീട്ടിലൂണ് കിട്ടുന്ന സ്പോട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട്. അധികം വലിയ പരസ്യ ബോർഡുകളൊന്നും പോകുന്ന വഴിക്കൊന്നും കാണാനില്ല കേട്ടോ. ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് കൂടുതലായിട്ടും ആൾക്കാർ ഉച്ചയൂണ് കഴിക്കാനായിട്ട് എത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ വീട്ടിലൂണിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കണം. കണ്ടില്ലേ, ഒരു മങ്ങിയ ഒരു ബോർഡ് കണ്ടോ, വീട്ടിലൂണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അധികം കളർഫുള്ളൊന്നുമല്ല. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറി ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു 12-12:30 മണി ആയപ്പോഴാണ് നമ്മളിവിടെ ഉച്ചയൂണിനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ നമുക്ക് ചോറ് വിളമ്പി വെച്ച് കഴിഞ്ഞു. നല്ല വെള്ള കുത്തിരിച്ചോറും പപ്പടവും അവിയലും തോരനും പച്ചടിയും ഒക്കെ കൂട്ടിയുള്ള നല്ല അടിപൊളി ഒരു ഊണ്. പൊടിയും മതി. കക്കയാണോ? എന്നാൽ പിന്നെ എനിക്കും കക്ക മതിയോ? ആ സാമ്പാർ എന്തോ മീൻചാറ് ഒഴിച്ചോളാം. ഞാൻ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഒരു ചെറിയ ബേസിൻ നിറയെ നല്ല അടിപൊളി മീൻചാറ് കൊണ്ട് വെച്ചിട്ടുണ്ട്. മീൻചാറിൻ്റെ കൂട്ടത്തിൽ 1-2 ചെറിയ കഷ്ണങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ചെറിയ ഒരു മത്തിക്കറിയാണ്. മത്തിക്കറിയുടെ 2-3 കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മീൻചാറ് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. എനിക്ക് സാമ്പാറിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഈ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടല്ലോ, നല്ല ചൂട് മീൻകറിയൊക്കെ ഒഴിച്ച് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സാമ്പാറിനെ മാറ്റി നിർത്തിയിട്ട് മീൻചാറെടുത്ത് ഒഴിച്ചു. പിന്നീട് സ്പെഷ്യലായിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൊടിമീനുണ്ടെന്ന് പറഞ്ഞു, പിന്നെ കക്ക ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കക്കയിറച്ചി പോരട്ടെ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കക്കയിറച്ചി മതിയെന്ന് പറഞ്ഞു. തെറ്റ് പറയരുതല്ലോ, നല്ല അടിപൊളി കക്കയിറച്ചിയാണ് കേട്ടോ. നല്ല തേങ്ങാക്കൊക്കെ കൂട്ടി വരട്ടി നല്ല കറാന്നിരിക്കുന്ന നല്ല അടിപൊളി കക്കയിറച്ചി. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാമ്പാർ കിട്ടി കേട്ടോ. മീൻചാറിൻ്റെ കൂട്ടത്തിൽ ഒരല്പം സാമ്പാർ ഇടുന്നു, രുചിച്ച് നോക്കാവുന്ന വരും. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി സാമ്പാർ. ആവശ്യമുള്ള കറികളും കിട്ടും. ഒരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പോടു കൂടിയല്ല നമ്മൾ അവിടേക്ക് ചെന്ന് ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ചെന്നാണ്. നമ്മൾ വന്ന സമയത്ത് അധികം തിരക്കില്ലാത്തതിനാൽ എല്ലാവരോടും ഭക്ഷണത്തിൻ്റെ വിശേഷവും തിരക്കാമെന്ന് കരുതി. ഫുഡ് എങ്ങനെ ഉണ്ട് ഇവിടുത്തെ? നല്ല ഫുഡ് അല്ലേ? ഇവിടുന്നാണോ കഴിക്കുന്നത് സ്ഥിരമായിട്ട്? ശരി. എങ്ങനെയുണ്ട് ചേട്ടാ, ഊണെങ്ങനുണ്ട്? കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ട്, ഊണെങ്ങനുണ്ട്? ഇവിടുന്നാണ് സ്ഥിരം കഴിക്കുന്നത് ആണല്ലേ? നല്ല ഊണാണ്, സൂപ്പറല്ലേ? നമ്മൾ കഴിച്ച ചോറിനും കക്ക ഇറച്ചിക്കും കൂടി 120 രൂപയാണ് ആയത്. അതായത് ഊണിന് 70 രൂപയും കക്ക ഇറച്ചിക്ക് 50 രൂപയും. ഇന്നത്തെ വീട്ടിലൂണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.